നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ആ ഒരു മിക്സ്ചർ ഇല്ലേ, അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. അടിപൊളിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് എൻ്റെ ആങ്ങളിൻ്റെ വൈഫ് ഉണ്ടാക്കിയതാണ്. അവൾ അധികം ഉണ്ടാക്കാറുണ്ട്, കുറേ നാൾ വരെ നമുക്കിത് വെക്കുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലപ്പൊടി, 1 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. വെള്ളം ഓവറായി പോകരുത്, കുറച്ച് ഒഴിച്ചിട്ട് നല്ല ടൈറ്റിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. കുഴച്ച് മയപ്പെടുത്തിയിട്ട് മുകളിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം കുഴച്ച് മയപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഉരുള അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി എന്ത് ചെയ്യുക, ഇത് നല്ലപോലെ കലക്കിയെടുക്കണം. നമ്മൾ ഈ ഒരു ഉരുള മാറ്റിയില്ലേ, അത് നല്ലപോലെ കലക്കിയിട്ട് ഇതുപോലെ ആക്കി വെക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, നൂൽപുട്ട് ഉണ്ടാക്കുന്ന അച്ചില്ലേ, അതിൻ്റെ ആ ഒരു നേരിയ ഹോളുള്ള സംഭവം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടും. ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ടൈറ്റ് പോലെ ഉണ്ടാവും, എന്നാലും പ്രശ്നമല്ല, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ഇതുപോലെ മണിമണിയായിട്ടുള്ളതും കൂടി റെഡിയാക്കി എടുക്കുക. അതിനാണ് നമ്മൾ ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയത്. പിന്നെ ഇതിലേക്ക് നിലക്കടല, പൊട്ടുകടല, അതുപോലെ ഉണക്കമുളക്, കറിവേപ്പില, വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ചത്, പിന്നെ കുറച്ച് കടുക്, ഇവയൊക്കെ പൊടിച്ചെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്കിത് കൈവച്ചിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇങ്ങനെ നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കടലയും ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും കാഷ്യൂ ഒക്കെ വേണമെങ്കിൽ അതും ചേർക്കുക. പിന്നെ അവസാനം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം കുടഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് പിന്നെയും കഴിക്കണം എന്ന് തോന്നിപ്പോയി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.